ഈ സംഭവം ആസൂത്രണം ചെയ്തത് DCC പ്രസിഡന്റ് ആസൂത്രണം ചെയ്തു എന്നാണ് ഞാൻ പറയുന്നത്. കാരണം പെട്ടെന്നുണ്ടായ ഒരു ഇൻസിഡന്റ് ഒരാളുടെ ഷർട്ട് വലിച്ചിടാന്ന് പറഞ്ഞാൽ, ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞില്ലോ, ഞാൻ രാംരാജിന്റെ ഷർട്ട് ഇട്ടിട്ടാ പോയത്. ഞാൻ കതറിട്ട് നടക്കുന്നതാണ്. അപ്പൊ ഷർട്ട് വലിച്ചിടുക എന്നെക്കാളും താരതമ്യേന രാഷ്ട്രീയത്തിൽ പുതിയ ഒരാൾ വന്ന് എൻ്റെ ഷർട്ട് വലിച്ചു കയറുമ്പോൾ സ്വാഭാവികമായും ഈ കയ്യിൽ സ്റ്റീലാന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഈ സ്റ്റീലുള്ള കൈ ഞാൻ ഉപയോഗിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അതൊരു ഇപ്പം കേസുധാരൻ്റെ ഷർട്ട് വലിച്ചു കയറിയാലും രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഷർട്ട് വലിച്ചു കയറി അവർ വെറുതെ ഒറ്റയ്ക്കാണ്. അപ്പോൾ ഷർട്ട് വലിച്ചു കയറി പ്രകോപനം ഉണ്ടാക്കി അവിടെ ഒരു ഷോ ക്രിയേറ്റ് ചെയ്യുക. KPCC വൈസ് പ്രസിഡന്റ് അവിടെയുണ്ട്. അപ്പം തന്നെ നടപടിയെടുത്ത് ഇവനെ പുറത്താക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അത് നടക്കാതെ നമുക്ക് ചാനൽ സംഘത്തെ നേരെ നമ്മുടെ ഓഫീസിലേക്ക് വിളിച്ചു വരും. എന്നിട്ട് ഞാൻ വളരെ നല്ല നിലയിൽ നിന്നു. അതായത് നമുക്ക് പാർട്ടിയിൽ പ്രശ്നമുണ്ടാകാൻ പാടില്ല. 4 സീറ്റ്, ഞങ്ങൾക്ക് 7 സീറ്റ് ഉള്ളതാണല്ലോ. ക്ലെയിം 7 സീറ്റ്. ഇപ്പം ലീഗിന് സീറ്റ് കൊടുത്താൽ ആളില്ലെങ്കിൽ പോലും ആ സീറ്റ് കൊടുക്കുമല്ലോ. ഞങ്ങളുടെ പഞ്ചായത്തിൽ ഒറ്റ ലീഗ് മെമ്പർമാർ പോലും ഇല്ലാത്തടത്താണ് പല്ലാടിയിൽ സീറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 7 സീറ്റും കൊണ്ട് വന്നതിനകത്ത് നമ്മൾ ഘടകകക്ഷിയായിട്ട് പറയുന്നില്ല. 7 സീറ്റുണ്ട്, നിങ്ങൾ 4 സീറ്റ് കൊടുക്കണം. എനിക്ക് സീറ്റ് വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സീറ്റിന്റെ ആവശ്യമല്ല, പാർട്ടിയിൽ എല്ലാവരെയും ഏകോപിപ്പിച്ചു കൊണ്ടുപോകാൻ വേണ്ടി പാർട്ടി നേതൃത്വം ഇടപെടണം. ഞങ്ങളൊക്കെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണ്. AICC-ക്കാണ് അത് വെച്ച് നീട്ടി ലാഗ് ചെയ്തുകൊണ്ടാണ് ഇത്രയും. അയാൾ മാറിയിരുന്നെങ്കിൽ 3 മാസം മുമ്പ് മാറിയിരുന്നെങ്കിൽ കാസർഗോഡ് ജില്ലയിലെ ഒട്ടുമിക്ക പഞ്ചായത്തുകളിലും വൻ മുന്നേറ്റം കോൺഗ്രസിന് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇദ്ദേഹം ഇങ്ങനെ അവസാനം വരെ ഇരുന്നോട്ട് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പിറ്റേ ദിവസം മാറ്റുമെന്ന് പറയുന്നു. അതുകൊണ്ടത്തെ കാര്യം, അദ്ദേഹം DCC പ്രസിഡന്റായി പ്രവർത്തിക്കാൻ യോഗ്യനല്ല. ഒരു DCC യോഗം പോലും ഞാൻ വന്നതിന് ശേഷം നടന്നിട്ടില്ല. 4 കൊല്ലമായി DCC യോഗം എന്ന് പറഞ്ഞാൽ DCC ഭാരവാഹി അടങ്ങുന്ന ഒരു യോഗം നടക്കണം. അത് കൂടിയിട്ടില്ല. കൂടുന്ന എന്താണ്, മണ്ഡലം പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റും അല്ലാണ്ടുള്ള യോഗം. ഒരു കാര്യം അവിടെ ചർച്ച ചെയ്യപ്പെടാൻ പറ്റില്ല. ഒരു DCC യോഗം പോലും നടന്നിട്ടില്ല. ഞാൻ വന്നിട്ട് 1 കൊല്ലം മിച്ചമായി. 2 DCC യോഗം നടത്താതിരിക്കാൻ കാരണം ഞാൻ തന്നെയാണ്.